നമ്മുടെ റെന്റഡ് ഹോമിന്റെ ഹോം ടൂർ ആണെന്ന്. വെൽക്കം ഹോം. ഇതാണ് നമ്മളെ കിച്ചൺ വിത്ത് ലിവിംഗ് ഏരിയ, ഒരു സ്റ്റോറേജ് റൂം അല്ലേ. നമ്മുടെ ബെഡ്റൂം അപ്സ്റ്റെയർ ആണ്. ഇവിടെ സാധനങ്ങൾ ഫുള്ളാണ്. അങ്ങനല്ല, ഇവിടെ ബാഗുകളാണ്. നമ്മുടെ ബാഗിനെ വെക്കാൻ സ്ഥലമില്ല. അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാല് നമുക്ക് കുറേ ആൾക്കാർ നമ്മളെ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ അല്ലേ. നമ്മളെ ഇവിടെ UK-ലുള്ള വീട് നമ്മളെ ഹോം ടൂർ ചെയ്യോ ഇല്ല എന്നുള്ളത്. നമ്മള് രാവിലെ എണീറ്റ് വന്നതല്ലേ. ഇതിപ്പോ ഇവിടെ കുറച്ച് കഴിയുമ്പോഴേക്ക് വെളിച്ചം തന്നെ പോവും. അപ്പൊ നമ്മള് ശേഷം എണീറ്റും ഞാൻ പെട്ടെന്ന് ഇത് ചെയ്യാന്നല്ലേ കുറേ ആയി വിചാരിക്കുന്നത്. അപ്പൊ നമ്മളെ UK-ലുള്ള നമ്മളെ റെന്റഡ് ഹോമിന്റെ ഹോം ടൂർ ആണെന്ന്. നമ്മളെ വീട് എങ്ങനെ ഉണ്ട് നമ്മളെ അപ്പാർട്ട്മെന്റ് ആട്ടോ ഇത്. അപ്പൊ ഇതാണ് നമ്മളെ അപ്പാർട്ട്മെന്റിലെ കേട്ടോ. അപ്പാർട്ട്മെന്റ് ഇതില് ഇതാണ് നമ്മുടെ വീട്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലല്ലേ നമ്മളെ വീട്. ഇതാണ് ഇതും ഈ മോളിലുള്ളതും കൂടെ നമ്മളെ വീടാ വരുന്നത് അല്ലേ. അപ്സ്റ്റെയർ ഉണ്ട്. അപ്പോ ഇതാണ് നമ്മളെ വീട്, നമ്മളെ അപ്പാർട്ട്മെന്റ്. പോലെ അപ്പൊ നമുക്ക് വെൽക്കം ഹോം. ഇതാണ് നമ്മുടെ ലൈറ്റ് ഇട്ടൂടെ ഒന്ന്. ഇതാണ് നമ്മുടെ വീട്. നടക്കാത്ത 2 ക്ലോക്ക് ഉണ്ട് ഞങ്ങൾക്ക്. രണ്ടും നടക്കൂല. വന്ന് കേറുമ്പോള്ള ഷൂ ഒക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കാം. 2 പിന്നെ നമ്മൾ തന്നെ വെച്ച ഒരു ഷെൽഫിനുള്ള ഒരു സ്റ്റാൻഡ്. നമ്മൾ പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങുമ്പോ ഇവിടെ തന്നെ പുറത്ത് പോയി വരുമ്പോഴൊക്കെ നമ്മള് ചെരുപ്പിടും. ഇത് പിന്നെ നമ്മൾ സോക്സ് അലക്കാനുള്ള സോക്സ് എടുക്കണം. ഇത് പിന്നെ വെറുതെ ഒരു ഭംഗിക്ക് വെച്ചൊരു ബോക്സ് അല്ലേ. ഇവിടെ ഉള്ള ബോക്സ് ആണ് അതെ. അതേമാതിരി നമ്മളെ കീ ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ ബോക്സ് ഉണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ ഫോൺ. പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോ നമ്മളെ അപ്പാർട്ട്മെന്റ് നമ്പർ അടിച്ചാൽ ഇവിടേക്ക് കോൾ വരും. നമ്മളത് അറ്റൻഡ് ചെയ്താല് ആരാ വിളിക്കണമെന്ന് ചോദിച്ചിട്ട് കേട്ടണെങ്കിൽ കേട്ട, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു ചോദിക്കളി. അങ്ങനത്തെ ഒരു ഫോൺ സിസ്റ്റം ആണ് ഇവിടെ. ഇതാണ് നമ്മളെ കർട്ടൻ അല്ലേ. ഒരു വലിയൊരു വിൻഡോ. ഇതാണ് നമ്മളെ കിച്ചൺ വിത്ത് ലിവിംഗ് ഏരിയ. രണ്ടും കൂടെ വലിയൊരു സോഫ ഉണ്ട് അല്ലേ. വലിയൊരു സോഫ, 5 ആക്കി ഇരിക്കാൻ പറ്റിയ ഒരു സോഫ ഉണ്ട് നമുക്ക്. ഫുഡ് കഴിക്കലും സംഭവങ്ങളൊക്കെ TV കാണലും എല്ലാം ഇവിടെ TV ഉണ്ട്. പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ലൈസൻസ് ഇല്ല. ടിവിക്ക് ലൈസൻസ് വേണം. അപ്പൊ നമ്മള് ലൈസൻസ് എടുത്തില്ല. ഫോണിലും ലാപ്ടോപ്പിലും വേണമെങ്കിൽ യൂട്യൂബിൽ നമുക്ക് കാണാല്ലേ. പക്ഷെ അതും എന്തോ ലൈസൻസ് വേണം എന്നുള്ള ഒരു പേപ്പർ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ കാണും. ലിവിംഗ് ഏരിയ. ഈ സോഫ പിന്നെ ബെഡും ആക്കാം. ഇങ്ങനെ വലിച്ചിട്ടാൽ നമുക്ക് ബെഡ് ആക്കാം. 2 ആൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ വലിപ്പത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. വലിച്ച് മുന്നോട്ട് ഇട്ടിട്ട് ഇങ്ങനെ പൊതിച്ചാൽ ബെഡാക്കാം. അവിടെ 2 ആൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റിയ വലിപ്പത്തിൽ അല്ലേ. ഇതാണ് നമ്മളെ ബെഡ് കം സോഫ അല്ലേ. ഇവിടെ നമ്മളെ ഒരു സൈഡ് ടേബിൾ ഉണ്ട് അല്ലേ. പിന്നെ ഇത് നമ്മളെ എല്ലാ ചാർജിങ് സംഭവം കൂടെ ഇത് ഇവിടെ ഉള്ള അയാള് അല്ലെ ഓൾറെഡി ഉള്ള സംഭവമായിരുന്നു. ഇതില് നമ്മളെല്ലാ ചാർജിങ് സംഭവങ്ങളും കൂടെ കൊണ്ടുവച്ചിട്ടും എല്ലാ ചാർജിങ്ങിന്റെ വയറും അതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അതങ്ങനെ കിടന്നോളൂ. ടിവിയാണ് പക്ഷെ കാര്യമില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചൂടല്ലേ. ഞങ്ങൾക്ക് ചെയർ 2 ഉണ്ട്. പക്ഷെ ടേബിളില് പക്ഷെ പ്രശ്നം വെച്ചാൽ ഞങ്ങൾ 2 ടേബിൾ മേലെ ഇരുന്ന് ഫുഡ് കഴിക്കൂല. നമ്മളെ കിച്ചൺ ഏരിയ. അതിന്റെ മുന്നേ ഇത് ഞങ്ങളൊരു സ്റ്റോറേജ് റൂം അല്ലേ. പക്ഷെ ഇത് കാണിക്കാൻ പറ്റുന്ന രീതിക്കല്ല. നമ്മളെ വീട് വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിട്ട് എല്ലാ സാധനവും നമ്മൾ കൊണ്ടുവച്ച് ഡംപ് ചെയ്യും. ജാക്കറ്റ്, ബാഗ്, പിന്നെ കുറെ പെട്ടികളില്ലേ യൂസ് ചെയ്യാത്ത കുറെ സാധനങ്ങൾ. പിന്നെ ഇത് നമ്മളൊരു ബാത്റൂം അല്ലേ. താഴത്തും ഒരു ബാത്റൂം ഉണ്ട്, മുകളിലും ഒരു ബാത്റൂം ഉണ്ട്. ഈ ബാത്റൂം പക്ഷെ നമ്മള് യൂസ് ചെയ്യലില്ല. ജസ്റ്റ് നമ്മള് എന്തെങ്കിലുമൊക്കെ സാധനം വെക്കാനും അങ്ങനെയൊക്കെ ഒരു ബാത്റൂമാണ്. പക്ഷെ ഇത് നമ്മൾ തീരെ യൂസിങ് ഇല്ല അല്ലെ. നമ്മൾ അലക്കാനുള്ള ഇതും മീൻസ് കുറച്ച്
ക്ലീനിങ്ങിന്റെ സാധനമൊക്കെ നമ്മൾ ഇതിൽ കൊണ്ട് ചെയ്യും. നല്ല സൗകര്യമുള്ള ബാത്റൂം തന്നെയാണ്. നല്ല ബാത്റൂം. ഇപ്പുറത്ത് ഇതൊക്കെ ഉണ്ട്, കണ്ണാടിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. വാഷ് ബേസിൻ ഉണ്ട്, മിറർ വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളെ കിച്ചൺ ഏരിയ വരുന്നത്. കുഞ്ഞു സ്പേസ് ആണ്, പക്ഷെ രണ്ടാൾക്ക് ഇത് മതി. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതൊരു അടിപൊളി സ്പേസ് അല്ലേ. രണ്ടാളുള്ള ഫാമിലിക്കൊക്കെ നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ അടി ഉണ്ടാക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് അല്ലേ. നമ്മള് രണ്ടുപേരും ഇതിന്റെ മുന്നേ തന്നെ കിച്ചണൊക്കെ ഇതിലും സൗകര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. പക്ഷെ ഫസ്റ്റ് ടൈം ആണ് ഒറ്റയ്ക്ക്. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഈ ഒരു സ്പേസും ഈ ഒരു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. നമ്മൾ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് നിൽക്കുന്നത്, എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അത്. അപ്പൊ ഇതില് നമ്മള് ഇതൊക്കെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് രണ്ടും സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്. ഇത് കുഴപ്പമില്ല, സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇതൊക്കെ സാധനങ്ങൾ വെക്കാൻ പറ്റും. പക്ഷെ അത് എനിക്ക് തീരെ യൂസ്ഫുൾ അല്ല അല്ലെ, യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ താഴെ ഉള്ള പ്രശ്നം, താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ വാഷിംഗ് മെഷീനാ വരുന്നത്. നമ്മളെ വാഷിംഗ് മെഷീൻ ആണ് ഇത്. സിങ്കിന്റെ അടിയിലുള്ള ഒരു ഏരിയ. പിന്നെ ഇത് ഡിഷ് വാഷർ ആണ് വരുന്നത്. അപ്പൊ ഈ 3 സാധനം ഞങ്ങൾക്ക് സ്റ്റോറേജ് ഇല്ല, ഇതിനും സ്റ്റോറേജ് ഇല്ല അല്ലെ. കാണുമ്പോ കുറേ സംഭവം. പിന്നെ ഇവിടെ ഉള്ളത് ഓവനും. നമ്മളെ ഇലക്ട്രിക് ആണിത്. ജിഫി എന്തെങ്കിലും പറഞ്ഞ ഇലക്ട്രിക് അല്ലല്ലേ. ജിഫിന്റെ അവിടെ ഉള്ളല്ലേ ഇലക്ട്രിക്. കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഗ്യാസ് അല്ല, ഇലക്ട്രിക് സ്റ്റൗ. പക്ഷെ ഇത് ഫസ്റ്റ് വന്നപ്പോലെ ഇതിന്റെ ചൂട് ചൂടിന്റെ സെറ്റിങ്സ് നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഈ ഫുഡ് ഉണ്ടാക്കുമ്പോ അല്ലെ ബുദ്ധിമുട്ടാണ്. മറ്റേ നമുക്ക് ചെറിയ ചൂട് വലിയ ചൂട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫ്ലെയിം ഉണ്ടാവില്ല. അപ്പൊ ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഓക്കെ ചെറിയ മൈക്രോവേവ് ചൂടാക്കാൻ ചെറിയത്. പിന്നെ ഇതൊക്കെ ഇവളുടെ കുറച്ച് കലാവിരുദ്ധകളാണ്. ഇത് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ്. എനിക്ക് നല്ല വില കുറവിന് കിട്ടിയ കേട്ടോ, നല്ല കുറവിന് കിട്ടിയ. ഇല്ലെങ്കിൽ ഇത് വീണു പോവും. ഇല്ല ഇല്ല ഇല്ല, സോറി. ഇനി അടുത്തത്. ഇനി ഇത് നമ്മുടെ ഫ്രിഡ്ജ് ആട്ടോ. ഫ്രിഡ്ജ് രണ്ടും ഫ്രിഡ്ജാണ്. ഇത് ഫ്രീസർ, ഇത് നമ്മളെ നോർമൽ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് തുറക്കാൻ പറ്റുന്ന ഐറ്റംസ് തന്നെ ഫുള്ള്. ഇന്നലെ ഇവന്റെ ഷൂട്ട് ഉള്ളതുകൊണ്ട് പോയിട്ട് കുറെ പാർസൽ ഉണ്ടായിരുന്നു. ഇന്നത്തേക്കുള്ളത് ഫുള്ള് പാർസൽ ഐറ്റംസ് ആണ്. ഫ്രീസർ 2 ബോക്സ് വരുന്ന അല്ലേ. താഴത്തെ ഫ്രീസർ പിന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും താഴെ. ഈ ഒരു സാധനം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. ഇവിടെ ഇല്ലല്ല, ഇവിടെ ആകെ ഇത് രണ്ടും നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. ഇതും സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് കണ്ടോ. പിന്നെ ഉള്ളത് ഈ കുഞ്ഞു ഈ സാധനങ്ങളാ കണ്ടോ. ഇതാണ് നമ്മളെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോറേജ് ഭയങ്കര കുറവാ. ഞാൻ ഐക്യെന്ന് വാങ്ങിച്ചാട്ടോ. കുഞ്ഞു പൊടികൾ, ഇങ്ങനത്തെ കുഞ്ഞു മസാലപ്പൊടികൾ. ഇതില് പിന്നെ നമ്മളെ ഒനിയന്, ബീട്രൂട്ട് അല്ലേ, നമ്മളെ ഉള്ളി കാര്യങ്ങളൊക്കെ. ഇവിടെ പിന്നെ അങ്ങനത്തെ ഒന്നും പുറത്തൊക്കെ തന്നെ വെക്കുക. നല്ല തണുപ്പാണ്. നമ്മളെ സ്മൂത്തിയിലേക്ക് വേണ്ട അല്ലെ, രാവിലത്തെ സ്മൂത്തിയിലേക്ക് വേണ്ട തേന്, ഓട്സ്, അതിന്റെ പാത്രങ്ങൾ അങ്ങനത്തെ വെച്ചിട്ട്. ഏരിയയിൽ വരുന്ന സ്റ്റോറേജ് സ്പേസിൽ നമ്മൾ ഷെൽഫ് വലിപ്പമാണ് വരുന്നത്. നമ്മള് മസാലപ്പൊടികളൊക്കെ ഞാൻ അതുകൊണ്ട് ചെറിയ ബോക്സിലാക്കിയതാ. അത് സ്റ്റിക്കർ ഒട്ടിച്ച ചിലതിന്റെ എക്സ്പയറി ഡേറ്റിന് വേണ്ടിട്ട് ഒട്ടിച്ചതാ ഞാൻ. ഇതൊക്കെ ഞാൻ കണ്ടില്ലല്ലോ. നമ്മളെ പൊടികളൊക്കെ അല്ലേ, നമ്മള് ചെറിയ ബോക്സ് ആവുമ്പോ ഇതില് കൊള്ളും. അങ്ങനെ വെച്ചതാ. സ്പൂണ്, പ്ലേറ്റ് കാര്യങ്ങളല്ലേ. നിന്റെ കുട്ടി സ്പൂണും ബോക്സും കാര്യങ്ങളും. ഈ ഒരു ഓവന്റെ അടിയിലും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഞാൻ ഇത് നമ്മള് യൂസ് ചെയ്യലൊന്നുമില്ല അല്ലെ, ഈ സ്പൂണും കാര്യങ്ങളൊന്നും. ഇതൊക്കെ നമ്മള് അത്യാവശ്യം അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കും അല്ലേ. പിന്നെ ഇവിടെ ഉള്ള സ്റ്റോറേജ് സ്പേസിൽ നമ്മള് പാത്രങ്ങളാണ് വെക്കല് അല്ലെ. നമ്മളെ ഫുൾ പാത്രങ്ങളും കഴുകി ഉണങ്ങിയ പാത്രങ്ങൾ ഇതിന്റെ ഉള്ളിൽ വെക്കും. യെസ്. ഇനി എന്റെ വേറൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതാ ഇവിടെ ഒരു ഹിഡൻ ഹൈറ്റില് കിട്ടും. ഇത് ഇവിടെ വന്നപ്പോ അയാള് ഡ്രസ്സിന്റെ സാധനമൊക്കെ സെറ്റ് ചെയ്ത് ഒന്നായിരുന്നു. മുകളിലൊരു ഡ്രസ്സിന് വേണ്ടിട്ടൊക്കെ ഉള്ളതായിരുന്നു. ഡ്രസ് വെക്കാൻ വേണ്ടിട്ട് ഇതിന്റെ അടിയില് കറക്റ്റ് പോകുന്നോണ്ട് സ്റ്റോറേജ് ബോക്സുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ
കൊറേ ബോക്സുകളുണ്ട്. നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടതും ഫുഡ് എടുത്ത് വെക്കാനൊക്കെ ഉള്ള ബോക്സുകൾ ഇവിടെയാണ് നമ്മളെ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. പിന്നെ നമ്മളെ വേറൊരു ആയുധമാണ് ഈ എയർ ഫ്രയർ. കിച്ചണത്തെ ഒരു കിച്ചൺ ടേബിൾ ആയിട്ട് നമ്മളിതൊരു സെപ്പറേഷൻ സാധനമാക്കി യൂസ് ചെയ്തില്ലേ. ഇത് നമ്മളെ കിച്ചണ് അത് ലിവിങ് എന്നുള്ള രീതിക്ക് ഇതൊരു സെപ്പറേഷൻ ഒരു പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്ത്. പിന്നെ അടിയിൽ ഇങ്ങനെയൊക്കെ വെക്കാലോ എന്നുള്ള വെച്ചിട്ട് എന്റെ ടേബിളിന്റെ ഒരു ചെയർ ഇവിടെ ഉണ്ട്, ഒരു ചെയർ നമ്മള് ഫ്രണ്ടിലോട്ടുണ്ട് അല്ലേ. നമ്മളെ അപ്പം കഴുകുന്ന പാത്രങ്ങളും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് സിങ്ക് കാണിച്ചു കൊടുക്കും. ഈ സിങ്കിന്റെ അടുത്ത് തന്നെ നമ്മൾ വെക്കുന്ന സാധനമാണ്. ഇത് ഞാൻ വാങ്ങിച്ച ഷീന്നായിരുന്നു അല്ലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇത് ഞാൻ പറഞ്ഞില്ലേ സ്റ്റോറേജ് സ്പേസ്. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട് ഇല്ലേ, പാത്രങ്ങളായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. നമ്മൾ പിന്നെ വാങ്ങിയ ഒരു ഷെൽഫാണിത്. ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഐക്യം ഒരു ഷെൽഫ് വാങ്ങി. അത് മെയിൻ ആയിട്ട് ഇവിടെ ഈ ഷെൽഫ് വേറെ ഒന്ന് ഉണ്ട് അല്ലെ. അപ്പൊ അത് ഞാൻ ഐക്യയിൽ നോക്കിയപ്പോ പൈസ കുറവാണ്. അത്യാവശ്യം ഇതിന്റെ ഉള്ളില് ജെഫിന്റെ ആയുധങ്ങളാണ്, ഇത് പലഹാരങ്ങളാണ്. ഫുള്ളും പലഹാരങ്ങൾ, ഓട്സിന്റെ സംഭവങ്ങള്, പലഹാരം സംഭവം എന്തൊക്കെയോ ഉണ്ട് അല്ലേ. ഇതൊക്കെയാണ് ഇതില് വരുന്നത്. പിന്നെ തുറക്കട്ടെ. പിന്നെ ഏറ്റവും അടിയിൽ നമ്മളെ ഗ്ലാസ് പാത്രങ്ങള്, ബൗൾസ്, കപ്പുകള്. ഇത് പിന്നെ എല്ലാ പാക്കറ്റും കൂടെ കൂട്ടി ഞാൻ വെച്ചതാണ്. എല്ലാ പലഹാരത്തിന്റെ പൊളിച്ച പാക്കറ്റും അതിന്റെ ഉള്ളിലുണ്ട്. എല്ലാത്തിന്റെ ഉണ്ട്, പലഹാരം മാത്രല്ല എല്ലാ സംഭവത്തിനും ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളെ കിച്ചൺ അല്ലേ. ചെറിയ കിച്ചൺ, നമ്മളെ കുഞ്ഞു കിച്ചൺ ഇത്രയാണ്. നല്ലൊരു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം അല്ലെ. ഇനി നമ്മളെ അപ്സ്റ്റെയറിലാണ് നമ്മളെ ബാക്കി കാര്യങ്ങൾ. നമുക്ക് മുകളിലേക്ക് നമ്മളെ റൂമിലേക്കുള്ള ബെഡ്റൂമിലേക്കുള്ള അല്ലെ. നമ്മളെ ബെഡ്റൂം അപ്സ്റ്റെയർ ആണ്. ബെഡ്റൂമിലേക്കുള്ള സ്റ്റെപ്സ്. ബെഡ്റൂമിലേക്ക് പോവാം. വലിയൊരു സ്റ്റെപ്പും കയറി മുകളിലെത്താം അല്ലേ. ബെഡ്റൂം വരുന്നല്ലേ. നമ്മള് കുഞ്ഞു ബെഡ്റൂം ഇതാണ്. നമ്മള് സ്റ്റെപ്പ് ഫസ്റ്റത്തെ ഒരു ഡോറാണിത്. ഇത് റൂമൊന്നല്ല, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. പക്ഷെ നമ്മളിത് ഇങ്ങനെ പെട്ടി കാര്യങ്ങള്, ബാഗ്സ്, ട്രോളി ഒക്കെ ഇവിടെയാണ് വെക്കുന്നത്. അതാകുമ്പോ പിന്നെ പുറമെ ആരും കാണൂല, അതിനുള്ളിൽ അങ്ങോട്ട് കുടുങ്ങിക്കോളും. പിന്നെ വരുന്നത് ഇവന്റെ കുറച്ച് ഷർട്ട്സ് ആണ്. ഇത് നമ്മള് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഫിറ്റ് ചെയ്തു. ഹാങ്ങർ അല്ലേ, എന്താ പറയാ, ആ ഒരു എന്തൊരു പേര് പറയുന്നത് ഷീന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇതാക്കിട്ട് നമ്മളത് ഹാങ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. ഡെയിലി ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോ ഇടുന്ന ഷർട്ടുകളും പുറത്തൊക്കെ പോകുമ്പോ ഇടുന്ന ഷർട്ടുകളും ഇവിടെ വന്നിട്ട് സ്ഥലമില്ല, ഇവിടെ സാധനങ്ങള് ഫുള്ളാണ്. ഒരു സാധനം വെക്കാൻ പോലും എനിക്ക് കണ്ടു ഇത്ര കുറച്ച് സ്ഥലം. എന്റെ സാധനങ്ങളൊക്കെ ഇവന്റെതല്ല. നമ്മള് ഇവനിപ്പം ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരുമ്പോ ഫസ്റ്റ് ഒറ്റ യൂസിലൊന്നും നമ്മള് ഡ്രസ്സ് അലക്കൂലല്ലോ. അപ്പൊ 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത അപ്പം അപ്പൊ വീക്കിലി എന്ത് ചെയ്യും, ഓരോ സെറ്റ് തന്നെ പിറ്റേ ദിവസം ഇടുകയും ചെയ്യൂലല്ലോ. അപ്പൊ നമ്മള് അത് പോന്ന് കുടുക്കുവോ പിടിച്ചു വലിച്ചു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതിലുള്ള ഫുള്ള് അലക്കാനുള്ളതാ. ഒന്നും അലക്കിയ ഫ്രഷ് ആയിട്ടുള്ളതല്ല. അപ്പൊ ഇവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ നമ്മള് ഇതിന്റെ മുകളിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞാല് നീറ്റില് കിടക്കുമല്ലോ. നമ്മള് വെറുതെ വാർഡ്രോബിലേക്ക് മാറ്റിയിട്ട് അതൊരു അലങ്കോലാക്കണ്ടല്ലോ അല്ലെ. ഇതാണ് നമ്മളെ സ്റ്റോറേജ് സ്പേസ്. റൂം പറഞ്ഞത് ഇതാണ്. പക്ഷെ ഇവിടെ നമുക്ക് കാര്യമായിട്ട് സ്പേസ് ഒന്നുമില്ല. ഇത് നമ്മളെ പിന്നെ ഈ വാട്ടറിന്റെ ഹീറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെയാണ്. ചൂടുവെള്ളം വരാനുള്ള വിന്റർ ടൈമിൽ ഇത് മസ്റ്റ് ആണ്. മീൻസ് ഇത് ഓൺ ആക്കുന്നത് മസ്റ്റ് ആണ്. കാരണം അത്രയും ഐസ് വെള്ളമാണ്, ഐസ് വാട്ടർ ആണ് പൈപ്പ് കൂടി വരാം. പിന്നെ അതെന്തായാലും ഓൺ ആക്കി. പിന്നെ ഇവിടെ പിന്നെ കുറച്ച് ഇതിന്റെ മുകളിലും ഇതിന്റെ ഏറ്റവും മുകളിലും ചെറിയൊരു സ്റ്റോറേജ് ഒരു റാക്ക് ഉണ്ട്. അതിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ബോക്സുകളോ അങ്ങനത്തെ ഇവിടെ ബാഗുകളാണ്. നമ്മള് ബാഗ് തന്നെ വെക്കാൻ സ്ഥലമില്ല. ഇതാണ് എന്റെ ബാഗിന്റെ കളക്ഷൻസ്. ഇതാണ് നിങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബാഗ്. പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു ബാഗാണ്. ഇവിടെ വേറൊരു വൈറ്റ് ഉണ്ട്, ഒരു പച്ചയൊക്കെ ഉണ്ട്. ഞാൻ താഴത്തെ ഇവിടെ എന്റെ ബാഗ് ഹാങ് ചെയ്യും. ഹാങ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പോലത്തെ ഹാങ്ങറും വാങ്ങിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഇത് നമ്മളെ ബാത്റൂം ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്റൂം ഇതാണ് വരുന്നത്. നമ്മുടെ ബെഡ്റൂമിലെ ബാത്റൂം ഇതാണ്. നമ്മള് ഡെയിലി യൂസിനുള്ളത് ഇതാണ് ബെഡ്റൂമിലെ ബാത്റൂം. ബാത്റൂം ഏരിയ
അല്ലെ. അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബാത്റൂമാണ് അല്ലെ. ഇവിടെ നമ്മളെ ബാത്ത് ഡബ് ഉണ്ട്. ബാത്ത് ഡബിൽ നമുക്ക് കുളിക്കാം. വാഷ് ബേസിൻ ഉണ്ട്. വലിയൊരു മിററാട്ടോ കണ്ടോ, എല്ലാരും കണ്ടില്ലേ? ഹായ്. വലിയൊരു മിറർ ഉണ്ട്. പിന്നെ എന്താ അതിന്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട് അല്ലെ. പിന്നെ ഇവിടെ നമ്മളെ സാധനങ്ങളൊക്കെ, നമ്മളെ ബോഡി വാഷും സംഭവങ്ങളൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ വെക്കുന്നല്ലേ. ഇതാണ് നമ്മളെ ബാത്റൂം ഏരിയ. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ബാത്റൂം അല്ലെ. ഈ ബാത്റൂം കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു നമ്മളെ ഔട്ട്ഡോർ ടേബിൾ ഇവിടെ ഉള്ളു അല്ലെ. അങ്ങനെ ഇതായിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ബെഡ്റൂം, സവർ ബെഡ്റൂം. വലിയ ഒരു വിൻഡോ. ഇത് ഫുള്ള് ഒരു ചുമര് മൊത്തം നമുക്ക് അല്ലെ വിൻഡോ ആണ് വരുന്നത്. ഭയങ്കര സൂര്യനായിരിക്കും, ചടിച്ച് കയറും. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഡിം ലൈറ്റ് അതിനെ കൊണ്ട് അല്ലേ. അല്ലെങ്കിൽ രാവിലെ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങാൻ പറ്റില്ല. വിളിച്ചടിച്ച് കയറി കറക്റ്റ് ഉണ്ടാലും ഒരു ഇതുണ്ടാവും. എന്താ പിന്നെ ഇവിടെ ഇത് ഈ വീട് നോക്കാൻ വന്നത് ഞാനല്ലായിരുന്നു. ഞാനായിരുന്നു ഫസ്റ്റ് വന്നത്. ഇവൻ അന്ന് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ ഇത് ഫുള്ള് തുറന്നു വെച്ചിങ്ങനെ ഇതിന്റെ ഓണർ ഇവിടെ വെയിറ്റ് ചെയ്തു. എനിക്ക് ഫസ്റ്റ് ഞാൻ ഈ ഇവിടെ കയറിയപ്പോ എനിക്ക് ഫസ്റ്റ് അട്രാക്ഷൻ ഈ സാധനമായിരുന്നു അല്ലെ. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വീണു എന്ന് പറയാം, ഫ്ലാറ്റ് ആയിരുന്നു ഒന്ന്. അപ്പൊ ആ സമയത്ത് ഞാന് താഴത്തെ സ്റ്റോറേജ് എങ്ങനെയാണ് ഇതൊന്നും നോക്കിയില്ല. കിച്ചൺ സ്റ്റോറേജ് ഞാൻ മൈൻഡ് ചെയ്തില്ല. ഈ ഒരു സാധനം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ലൈറ്റ് നല്ലോണം കയറുന്ന റൂംസ് ഭയങ്കര ഇഷ്ടമായി. ഇത് തായും മുകളിലും ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാല് ഭയങ്കര ലൈറ്റ് ആണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും നമുക്കത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. മിറർ അല്ലേ അല്ലേ. ഗ്ലാസ് ആയതുകൊണ്ട് ചെറിയൊരു ബാൽക്കണി സെറ്റപ്പില് ഇത് ഓപ്പൺ ചെയ്യാട്ടോ. ഇതൊരു ഡോറാണ്. ഇത് ഭയങ്കര സ്റ്റക്കാ, ഭയങ്കര ജാമാണ് അല്ലെ. ചൂട് കാലത്ത് ഇത് ഞാൻ ഓപ്പൺ ചെയ്യലുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഇപ്പൊ തണുപ്പായപ്പോ തീരെ ഓപ്പൺ ആക്കാണ്ടായി പോയി. വേണ്ട, ഈ കീ ഉണ്ടോ ഇതിന്? ഓപ്പൺ ചെയ്തില്ല. ഇവിടെ വരെ ഓപ്പൺ ആവും അല്ലെ. നല്ലൊരു സ്പേസ്. നമ്മളിങ്ങനെ എപ്പോഴും ഓപ്പൺ ചെയ്യാത്തൊരു ചൂടിന് നമ്മൾ ഓപ്പൺ ചെയ്യണ്ടായിരുന്നു. പകൽ ഇത് ഓപ്പൺ ചെയ്തിട്ടാലും നല്ല തണുത്ത കാറ്റ് കയറുക. ചൂടാണെങ്കിലും ഇവിടെ നല്ല ചൂടാ. കാരണം ഈ ഗ്ലാസ് ആയതുകൊണ്ട് നല്ല ചൂട് അടിച്ചു കയറും അല്ലെ. കുറമല്ലേ എനിക്ക് ഇവിടെ ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ തണുപ്പത്ത് നല്ല തണുപ്പ് അടിച്ചു കയറുകയും ചെയ്യും. തണുപ്പത്ത് പക്ഷെ ഞാൻ തണുപ്പ് അടിക്കാൻ വെച്ചത് ഞാൻ തുറന്നില്ല. കുറച്ച് ജാമായി കിടക്കണം. അപ്പൊ ഇതായിരുന്നു നമ്മളെ മെയിൻ അട്രാക്ഷൻ, നമ്മളെ വീട് വാങ്ങിക്കാനുള്ള. അതില് ഞാൻ എല്ലാം മറന്നുപോയി. പക്ഷെ നല്ലൊരു സ്പേസ് അല്ലേ. ഇങ്ങനെ ഈ സ്റ്റെയറും ഇതും എല്ലാം കൂടെ നല്ല സ്പേസ്. പിന്നുള്ള ഏരിയ ആണ് ഇത്. ഇത് ഇവിടെ തന്നെ ഓൾറെഡി ഉള്ളതായിരുന്നു. ഓൾറെഡി ഇവിടെ ഉള്ള സാധനമാണ്, പ്രോപ്പർട്ടിയാണ്. ഇതില് നമ്മള് ഇതിന്റെ മോളുടെ സെക്ഷനില് ഇവിടെ മേക്കപ്പ് ഫുൾ എന്റെ മേക്കപ്പ് ഐറ്റംസ് ഫുള്ളും നിറഞ്ഞു കിടക്കുവാണ് അല്ലെ. അത് ക്ലോസപ്പിൽ ഒന്ന് കാണിച്ചു തരാം. കിടക്കട്ടെ. കൊറേ സാധനങ്ങൾ നിറഞ്ഞു കിടക്കുവാണ്. പിന്നെ ഇവിടെ ചെറിയൊരു പനന്റെ തൈ വാങ്ങിയതാണ്. ചെറിയതല്ല. പിന്നെ ഈ മിറർ ഞാൻ ആമസോണിൽ വാങ്ങിച്ചിരുന്നു. ഇത്രയും മിറർ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ ഈ വീട്ടിൽ വന്നപ്പോ ഞാനത് വാങ്ങിച്ചേ. ഞാനത് മറ്റേ വീട്ടിൽ നിന്ന് വാങ്ങിച്ചേ. ഇവിടെ പക്ഷെ മിററിന്റെ അടിയാട്ടോ. ഇവിടെ ഇത്രയും മിറർ ഉണ്ടായിട്ടും ഇവിടെ വന്നപ്പോ ഓൾറെഡി അതിനും മിറർ ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ അല്ലാണ്ട് വേറൊരു മിററും ഉണ്ട്. ഇത് പിന്നെ എന്താ ജ്വല്ലറി സ്റ്റാൻഡില്ല. ഇത് ജ്വല്ലറി സ്റ്റാൻഡ്. ഇത് ഞാൻ വാങ്ങിച്ചത് ഷീന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇതൊക്കെയോ? ഇതൊക്കെ ഓൺലൈൻ പേജ്. ഇതൊക്കെ കുറെ ഓൺലൈൻ പേജിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ കുറെ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത് H&M കയറുമ്പോ എനിക്ക് ഇതിന്റെ ഒരു ഭ്രാന്ത് ഉണ്ട് അല്ലെ. ഇത് വാങ്ങിക്കുന്ന ഒരു മിററും കൂടി, എക്സ്ട്രാ വൺ മിററും കൂടി. ഇതൊരു മിറർ, കുഞ്ഞു മിറർ ആണ്. എന്റെ മേക്കപ്പ് സ്കിൻ കെയർ ആയുധങ്ങൾ ഇതാണ്. കൊറേ ഒന്നുമില്ല, കുറച്ച് സാധനങ്ങളല്ലോ. എല്ലാം നല്ലോണം എടുത്ത് വെച്ചത്. എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ലിപ്സ്റ്റിക് ആണ് എന്റെ ഏറ്റവും കൂടുതലുള്ളത്. എല്ലാ ഷെയ്ഡും ഉണ്ടോ അല്ലെങ്കിൽ ഒരേ ഷെയ്ഡിന്റെ എല്ലാ ബ്രാൻഡും ഉണ്ടോ? എല്ലാ ബ്രാൻഡും ഒരേ ഷെയ്ഡാണ്. എല്ലാ ബ്രാൻഡും ഒരേ അത്രയും അടിപൊളിയാണ് ഈ കുട്ടി അല്ലേ.
ഇതാ നമ്മള് പറഞ്ഞത്, ഇത് നമ്മളെ വാർഡ്രോബിലെ ഇത് നമ്മളെ വാർഡ്രോബാണ്, ഇത് മിററാണ് ഫസ്റ്റ് വലിയ മിറർ. അടുത്ത മിറർ ഇതാണ്. ഇത് നല്ലൊരു അടിപൊളി വലിയ മിറർ അല്ലേ? ഇതിന്റെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണുള്ളത്. നമ്മളെ ഈ ഷിപ്പിങ്ങിന്റെ സമയത്തൊക്കെ ഷിഫ്റ്റിങ്ങിന്റെ സമയത്തൊക്കെ ഇതിങ്ങനെ ഷിഫ്റ്റിങ്ങിന്റെ സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ്. ഇത് ശരിക്കും ഐക്യന്റെ പ്രൊഡക്റ്റ് ആണ്, പക്ഷെ നമ്മൾ വാങ്ങിച്ചത് ഐക്യന്നല്ല, ലണ്ടനിലായിരുന്ന സമയത്ത് ടൈമിന് വാങ്ങിയതാണ്. വാങ്ങിച്ച എനിക്ക് ഓർമ്മയുണ്ടോ, ഒരു നല്ല മഴയുള്ള ദിവസം നമ്മൾ അന്ന് കൊണ്ടേയില്ലെങ്കിൽ അവര് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്ന പറഞ്ഞിട്ട് ഇവള് കച്ചറ ഉണ്ടാക്കിട്ട് നമ്മളൊരു ദിവസം രാത്രി പോയിട്ട് ബസ്സിൽ കൊണ്ടുവന്ന സാധനമാണിത്. ബസ്സിൽ ശരിക്കും ഇങ്ങനത്തെ കേട്ടില്ല. 2-3 ബസ് നൈറ്റ് 10 മണി 11 മണി ആയിട്ടുണ്ടാവും. കാരണം ഞാൻ ഒരാൾക്ക് എന്നെ കണ്ടപ്പോ ഭയങ്കര പാവം തോന്നി. 3-4 ബസ് നമുക്ക് നിർത്തിയിട്ട് ഇവര് ഇത് കയറ്റാൻ സമ്മതിച്ചില്ല. അവര് പറഞ്ഞു ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ബസ്സിൽ കയറ്റാൻ പറ്റില്ല, ഡാമേജ് ആവും, കാരണം മിററുമാണ്. അപ്പൊ ഡാമേജ് ആവുന്ന പറഞ്ഞിട്ട് കേട്ടാൻ സമ്മതിച്ചില്ല. ലാസ്റ്റ് എന്നിട്ട് ഒരു ബസ്സുകാരെ ലാസ്റ്റ് നിർത്തി. എന്നിട്ട് അയാൾക്ക് പാവം തോന്നി, നമ്മള് മയത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ ഇതുമായിട്ട്. നമ്മളെ കണ്ടപ്പോ പാവം തോന്നിട്ട് അയാൾ പറഞ്ഞു കേറിക്കോ മക്കളെ പറഞ്ഞ് കൊണ്ടുവന്ന രാത്രി നട്ടപ്പാതിരക്ക് മയത്ത് പിടിച്ചോണ്ട് 20 പൗണ്ടിനൊക്കെ കിട്ടിയിരുന്നു. ഇതിന് ശരിക്കും 70-80 പൗണ്ട് യൂസ്ഡ് അതിനെ കൊണ്ട് 20 പൗണ്ടിന് കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് പോയി വാങ്ങിച്ചു. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മിററായിരുന്നു. അങ്ങനെ അന്ന് മുതൽ ഈ സാധനം നമ്മൾ എവിടെ പോവാണെങ്കിൽ ഷിഫ്റ്റിങ്ങിന്റെ കൂട്ടത്തിൽ ഇതുണ്ടാവും. പിന്നെ ഇവിടെ സ്റ്റോറേജ് ഇതാ ഞാൻ പറഞ്ഞത്, ഈ സെയിം സാധനങ്ങൾ താഴെ കണ്ടത്, കാരണം ഇത് ഇവിടെ ഉള്ളതായിരുന്നു, താഴെ ഉള്ളത് നമ്മൾ വാങ്ങിച്ചതു അല്ലെ. ഇത് കണ്ടിട്ട് ഞാൻ താഴെ സ്റ്റോറേജിലേക്ക് ഇത് ഓക്കെ ആയിരിക്കും എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ ഇതിലും ഇങ്ങനെ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. സ്കിൻ കെയർ ഒന്നല്ല, അത്യാവശ്യം അല്ലാത്ത ഐറ്റംസ്. അതിനൊരു മേക്കപ്പ് ബ്രഷ് വാങ്ങിച്ചത്. വാങ്ങിച്ചിട്ട് കുറെ കാലം ഞാൻ മേക്കപ്പ് ചെയ്യലെങ്കിലും പിന്നെ കുറച്ച് ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ ചെറിയൊരു സ്റ്റാൻഡ്. ഇത് മെയിൻ ആയിട്ട് ഇത് ഇവന്റെ കാട്ടോ, മോയ്സ്ചറൈസർ ആണ്. വലിയ ഡപ്പയാണ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇടാൻ മറന്നു, ഇതിപ്പോ ഇവിടെ മസ്റ്റ് ആട്ടോ. അത്രയ്ക്കും സ്കിന്ന് ഡാമേജ് ആവും ഇപ്പൊ തണുപ്പ് തുടങ്ങി. അതൊക്കെ നോക്കാൻ തുടങ്ങിയോ? അതൊക്കെ നമ്മൾ അറിയും. ഇപ്പൊ സ്കിന്ന് ഡാമേജ് ആയിട്ട് നമുക്ക് വേദന എടുക്കും, പെയിൻ വരും, മുറി. പിന്നെ ഇത് എന്റെ ആമാടപ്പെട്ടിയാണ്. ഇത് ഒന്നെങ്കിൽ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇത് ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് താഴെ ഉണ്ടാവും. ചോക്ലേറ്റും ഒക്കെ കഴിഞ്ഞതാണ്, കൊറേ കഴിഞ്ഞുണ്ട്. ഇത് എന്റെ മിഠായി, ഞാൻ ഒന്നെങ്കിൽ ഇവിടെ മിഠായി ബോക്സ് ആണിത്. പണ്ട് ഉണ്ടാവില്ലേ മറ്റേ പെട്ടിന് മുറുക്കാൻ പെട്ടി കൊണ്ടുനടക്കണം, മിഠായി ചെല്ലാണ്. മിഠായി ചെല്ല ഇതില്ലാണ്ട് പറ്റൂല. ഇത് അപ്പൊ ഇത്രയാണ് നമ്മളെ ഇതുള്ളത്. പിന്നെ വരുന്നത് നമ്മളെ വാർഡ്രോബ്. ഇത് നമ്മളെ വാർഡ്രോബാണ്. ഇത് ഓപ്പൺ ചെയ്യേണ്ടത് ഭയങ്കര കൊളായിട്ട് കിടക്കുക. ഡ്രസ്സാണ് ഇത്. ഓർക്ക് അവിടെ ഇങ്ങനെ യൂസ്ഡ് ഡ്രസ് ഉള്ള മാതിരി ഞാൻ ഒരു പ്രാവശ്യം ഇട്ട ഡ്രസ്സുകളായിരുന്നു. യൂസ്ഡ് ഡ്രസ് ഒരു 5 എണ്ണം ഉണ്ടാവേ, ഇവളത് കണ്ടില്ലേ, ഒരു 30 എണ്ണം യൂസ്ഡ് ഉണ്ട്. നല്ലോണം വൃത്തിയില്ല. പിന്നെ കുറെ വാങ്ങിയ പാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ. ഇവിടുത്തെ ഒരു പ്രശ്നം വാങ്ങിയ പാക്കറ്റ് ഒക്കെ അതുപോലെ പൊളിക്കാണ്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയതാണ്. ഇതിന്റെ വീഡിയോ ചിലപ്പോൾ ഞാൻ ഇതിന്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ഞാൻ ഇത് അയക്കിയെന്ന് വാങ്ങിച്ചാണ്, ഇതൊക്കെ അയക്കിയാണ്. ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സ്പേസ് ആണ്. ഇതില് നമുക്ക് ഇതില്ല, ഷെൽഫ് ഇല്ല. അപ്പൊ ഇതില് ഞാൻ എങ്ങനെ സാധനം കൊള്ളിക്കാനുള്ളത് ഇതൊക്കെ ഇത് ഞാൻ അയക്കിയെന്ന് വാങ്ങിച്ചാണ്. എന്നിട്ട് പിന്നെ ഇതിന്റെ ഉള്ളില് ഓൾറെഡി ഇതൊക്കെ നമ്മൾ ആ ഒലിയോ ആപ്പ് വാങ്ങിച്ച സാധനമായിരുന്നു അല്ലെ. ഇതൊക്കെ നമുക്ക് ഫ്രീ 5 പൗണ്ടിന് അങ്ങനെ കിട്ടിയ 5 പൗണ്ടിന്. അതൊക്കെ ഇതിന്റെ ഉള്ളിൽ കുത്തി കയറ്റുമ്പോ നമുക്ക് നമുക്ക് ഡ്രസ് വെക്കാം. പിന്നെ ഇവിടെ നമുക്കിങ്ങനെ ഡെയിലി വെയർ അല്ല, ഇപ്പൊ നൈറ്റ് ഒക്കെ ഇട്ട ഡ്രസ്സൊക്കെ ഒരു 2 ദിവസമൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പൊ അതൊക്കെ ഇട്ടെടുക്കാന്നുള്ള രീതിക്ക് ഇട്ടു. അപ്പൊ ഇതാണ് നമ്മളെ വാർഡ്രോബ്. നെക്സ്റ്റ് വാർഡ്രോബ്. ഇതില് നമ്മുടെ ഫ്രഷ് ഡ്രസ് ആണ്, വാഷ്ഡ് ഐറ്റംസ് ആണ്. ഇത് ഫുള്ള് വാഷ്ഡ്. അതിലുള്ളതും വാഷ്ഡ് ഐറ്റംസ് ആണ്. ഇവിടെ ഉള്ളതും വാഷ്ഡ് ആയിരിക്കും, മറ്റേതൊന്നും വാഷ്ഡ് അല്ല. പിന്നെ കുറെ ഡ്രസ്സൊക്കെ പെട്ടിയിലാണ് ഉള്ളത്. ഇതാണ് നമ്മളെ വാർഡ്രോബ് വരുന്നത്.
പിന്നെ നമുക്കൊരു കുഞ്ഞ് ഹീറ്റർ ഉണ്ട് അല്ലേ? നമ്മളിപ്പോ ഇവിടെ ശരിക്കും മറ്റേ ഹീറ്റർ മറ്റേ ഹീറ്റർ ഇട്ടാ സമ്മതിക്കൂല. കറണ്ട് ബില്ല് നമ്മളെ ഒറ്റക്കല്ലേ ഇവിടെ നമ്മളെ ഒറ്റക്ക് നമ്മള് എമർജൻസി സിറ്റുവേഷനിൽ എമർജൻസി അല്ലേ. ഇത് ഇട്ട് വെച്ചാൽ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ റൂം ഇങ്ങനെ ചൂടായി. ഇത് നല്ല പക്ഷെ നല്ല ചൂടാ, ഇവിടെ ഇരിക്കുമ്പോ നല്ല ചൂടാവും അല്ലേ? നല്ല ചൂടാ. 20 പൗണ്ട് 20 ഉണ്ടായിരുന്നോ? 15 ആണെന്ന് തോന്നുന്നു. 15 പൗണ്ടൊക്കെ ആമസോണിന്ന് വാങ്ങിച്ചേനെ. പക്ഷെ ഇതിപ്പോ ഒരു കൊല്ലത്തിന്റെ മുകളിലായില്ല. നല്ലൊരു പ്രൊഡക്റ്റ് അത്. അപ്പൊ ഇതാണ് നമ്മളെ റൂമും കാര്യങ്ങളും. നമ്മളെ ബെഡ്, ഇതാണ് നമ്മളെ കുഞ്ഞ് റൂം വരുന്നത് അല്ലേ? വീഡിയോ എടുക്കാനുള്ളതിനെ കൊണ്ട് നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യ അല്ലേ. പക്ഷെ എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ഭാര്യക്ക് വൃത്തിന്റെ അസുഖമുണ്ട്, അതുകൊണ്ട് സുഖ എന്നും വൃത്തിയിൽ സാധനങ്ങൾ നിൽക്കും. അപ്പൊ ഇതാണ് നമ്മളെ കുഞ്ഞ് ഹോം ടൂർ അല്ലേ? ചെറിയ ഒരു കുഞ്ഞ് വീടിന്റെ കുഞ്ഞ് ഹോം ടൂർ. നമുക്ക് ആകെ ഒരു ബെഡ്റൂമും ഒരു കിച്ചൺ പ്ലസ് ലിവിംഗ് ഏരിയ അല്ലേ നമുക്കുള്ളത്. നമ്മളെ കുഞ്ഞിലാണ് നമ്മള് ഇത്രയും കാലം നിന്നേല് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര സമാധാനവും പേരും മാത്രം അതിനെക്കൊണ്ട് അല്ലേ ഭയങ്കര സമാധാനമാണ് ഈ ഒരു സ്പേസിലെ. മാത്രമായിട്ട് നമ്മളൊരു പ്രൈവറ്റ് സ്പേസ് വീട് തന്നെ അല്ലേ? ഇത്രയും കാലം നിന്നെടുത്ത് ഷെയറിംഗ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും. കാരണം കിച്ചൺ ഷെയറിംഗ് ആയിരിക്കും. കിച്ചൺ ഷെയറിംഗ് പിന്നും പ്രശ്നമല്ല, ബാത്റൂം ഷെയറിംഗ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഓരോ സൗകര്യം കൂടെ നമ്മൾ നോക്കണം. ഭയങ്കര സന്തോഷം സമാധാനമാണ് ഇങ്ങനെ നിക്കുമ്പോ. അപ്പൊ ഇത് പിന്നെ എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിച്ചു. വീട് നമ്മൾ എങ്ങനെയാണ് എടുത്തത് കുറെ ആൾക്കാർ, എങ്ങനെയാണ് ഇതാക്കിയത് കിട്ടിയത് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. അത് നമ്മള് ഓപ്പൺ റെന്റ് വഴിയാണ്. ഓപ്പൺ റെന്റ് പറഞ്ഞൊരു മീൻസ് എന്തായിരുന്നു, റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റ് വഴിയാണ് എടുത്തത്. അതില് നമ്മള് ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യും. ഓപ്പൺ റെന്റ് പോലത്തെ കുറെ ആപ്പുകൾ ഉണ്ടല്ലോ ഇവിടെ. പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മളെടുത്തത് ഓപ്പൺ റെന്റ്. നമ്മള് അതില് എൻക്വയറി അയച്ചു. അവര് ഓക്കെ പറഞ്ഞു, വ്യൂവിംഗ് തരും അല്ലെ. നമ്മള് വ്യൂവിങ്ങിന് പോയി. അപ്പൊ ഇവളാണ് പോയത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി വീട്. അപ്പൊ നമ്മള് ഓക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ പറഞ്ഞു. അപ്പൊ അവര് പിന്നെ നമ്മളെ ഡോക്യുമെന്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർക്ക് അത് ഓക്കെ ആയതിനെ കൊണ്ട് നമുക്ക് വീട് കിട്ടിയില്ലേ. ചിലർക്ക് നമ്മളെ ഓക്കെ ആവണം നിർബന്ധമൊന്നുമില്ല. ശരിക്കും ഒരു വീട് എടുക്കാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലണ്ടനിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട് കിട്ടുക. അത് 1 BHK കേട്ടോ. കാരണം ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബഡ്ജറ്റ് നല്ല റെന്റ് ആയിരിക്കും വരിക. അപ്പം നമുക്ക് ലണ്ടൻ എന്ന് പറഞ്ഞ ഒരു വലിയ സിറ്റിയിലൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അതുകൊണ്ട് എനിക്ക് ബർമിംഗ്ഹാം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബർമിംഗ്ഹാം. ഇങ്ങനെ ഒരു സ്പേസ് കിട്ടിയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ നമുക്ക് ട്രാവൽ ചെയ്യാനും സുഖമാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10 മിനിറ്റ് നടക്കാനുള്ളൂ. അല്ലെ, നമ്മൾ വണ്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത് ഭയങ്കര സൗകര്യമാണ്. നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം ഒത്തു വരണം. നമുക്ക് പൈസ ഒത്തു വരണം. പിന്നെ നമ്മളൊരു ട്രാവൽ സൗകര്യങ്ങൾ ഒത്തു വരണം. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾക്കിപ്പോ കിട്ടിയത് അത്യാവശ്യം നല്ലൊരു ഏരിയയിലാണ് കിട്ടിയത്. നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടില്ല. നമുക്ക് പറ്റിയൊരു വീട് കിട്ടുന്നത്. നമുക്കിപ്പോ പറ്റിയാലും അവർക്ക് ചിലപ്പോ പറ്റില്ല. നമ്മളെ ലാൻഡ് ലോഡിന് നമ്മളെ പറ്റില്ല. നമ്മളെ പേപ്പേഴ്സ് ഡോക്യുമെന്റ്സ് ഒന്നും പറ്റില്ല. അപ്പൊ അതിന് പിന്നെ കുറെ ചോദിക്കുക അവര് അല്ലെ. അതുണ്ടോ, ഇതുണ്ടോ, ആ പേപ്പർ ഉണ്ടോ, ഇതുണ്ടോ, ടാക്സ് അടച്ചതിൻ്റെതുണ്ടോ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എവിടെ എന്നൊക്കെ ചോദിച്ചു. ഇതിപ്പോ ഇവര് ചോദിച്ചത് നമ്മളെല്ലാം കൊടുത്തു. പക്ഷെ അവർക്ക് എല്ലാം ഓക്കെ ആയില്ലേ. അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എല്ലാം ഓക്കെ ആയി. നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ആയില്ല. പെട്ടെന്ന് പിന്നെ ഇവന്റെ ഒരു ഫ്രണ്ട് നമ്മളെ ഹെൽപ്പും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് കിട്ടി. അപ്പൊ അങ്ങനെ നമ്മൾ ഈ വീട്ടിലേക്ക് മാറില്ല. ഇത് നമ്മളെ നമ്മളെ കുഞ്ഞു ലോകമാണിത്. നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ ഇത്രയാണ് നമ്മളെ കുട്ടി ഹോം ടൂർ വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.